യോഗ ഫോർ വസുദൈവ കുടുംബകം, വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ. നാച്ചുറോപ്പതി കേരളയിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ 9ാമത് ഇൻ്റർനാഷണൽ യോഗാ ദിന പ്രോഗ്രാം ലോകത്ത് എങ്ങും വിവിധ രാജ്യങ്ങളായി നടക്കുമ്പോൾ യോഗയെക്കുറിച്ചും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി, ഈ 8 അംഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് യോഗ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ലോകമാകെ പ്രചരിപ്പിക്കപ്പെടുന്ന യോഗയിൽ ആസനങ്ങളാണ് കൂടുതലും ഉൾപ്പെടുത്തുന്നത്. ചിലരാകട്ടെ ചില പ്രാണായാമങ്ങളും അതുകൊണ്ടുള്ളൊരു കസർത്താണ് നടക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഇതേപോലെ യോഗ വ്യാപിക്കുകയാണെങ്കിൽ, പ്രചരിപ്പിക്കപ്പെടുകയാണെങ്കിൽ യോഗയുടെ പ്രസക്തി വളരെ നാളുകൾക്കുള്ളിൽ തന്നെ, വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? പലപ്പോഴും യോഗയെ വിമർശിക്കുന്ന ആളുകൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, നല്ല എക്സസൈസുകൾ എത്രയോ ധാരാളമായിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് യോഗയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? വാസ്തവത്തിൽ ഇത് നമ്മെ വളരെ ഗൗരവമായി ചിന്തിപ്പിക്കാൻ ഇടയാക്കേണ്ട ഒരു പ്രശ്നമാണ്. കാലുകൾ ഉയർത്തുക, കൈകൾ ഉയർത്തുക, തിരിഞ്ഞു മറിഞ്ഞു കിടക്കുക, കാല് കഴുത്തിൽ കയറ്റി വയ്ക്കുക, തല കുത്തി നിൽക്കുക, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കഠിന ആസനങ്ങൾ നമ്മുടെ പഴയ ആയോധന കലയിലെ അഭ്യാസ പ്രകടനങ്ങളെയാണ് അനുസ്മരിപ്പിക്കുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ ഒരു രൂപം എന്ന നിലയിൽ, ഒരു കലാരൂപം എന്ന നിലയിൽ വേണമെങ്കിൽ അത് അവതരിപ്പിക്കാം എന്നതിലുപരിയായി അത് ചെയ്യുന്നവർക്കോ ചെയ്യിക്കുന്നവർക്കോ കാണുന്നവർക്കോ യാതൊരു തരത്തിലുള്ള ആരോഗ്യപരമായ ബെനിഫിറ്റ്സും കിട്ടുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ എന്താണ് ആസനങ്ങൾ വേണ്ടായോ? ആകാം. സ്ഥിരം സുഖം ആസനമെന്നാണ് പറയുന്നത്. സ്ഥിരവും സുഖമായി ചെയ്യാൻ കഴിയുന്നതായിരിക്കണം ആസനം. പല ആസനങ്ങളും അങ്ങനെയുള്ളതല്ല, കഠിനാസനങ്ങളാണ്. യോഗ ഒളിമ്പ്യാഡ് പോലെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്, യോഗ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിലൊക്കെ പലപ്പോഴും ചെയ്യുന്ന ആസനങ്ങൾ വളരെ ശരീരത്തെ പീഡിപ്പിക്കുന്നതും ഈ മുമ്പ് പറഞ്ഞ സർക്കസ് കൂടാരങ്ങളിൽ മാത്രം കാണിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയും, എൻ്റെ പഴയ വീഡിയോ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെയുള്ള പല ആസനങ്ങളും ആസനമുറകളും ചെയ്യുന്ന വീഡിയോകളും പിക്ചറുകളും ഒക്കെ കാണും. അതൊക്കെ ആ കാലഘട്ടത്തിൽ, യോഗ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ അതാണ് യോഗ എന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തതാണ്. വാസ്തവത്തിൽ എന്താണ് യോഗ അല്ലെങ്കിൽ യോഗമെന്ന ഒരു തിരിച്ചറിവ് ഈ സന്ദേശത്തിൽ, ഈ ദിനപരിപാടിയിൽ, യോഗാ ദിന പരിപാടിയിൽ ഒരു സന്ദേശമായി നൽകുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. യമനിയമ, ആസന, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധിയിലെ ആസനങ്ങളും ഒക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്, ഓരോ സ്റ്റെപ്പ് കയറി വന്നാൽ മാത്രമേ മെഡിറ്റേഷനിലേക്കും സമാധിയിലേക്കും ഒക്കെ പോകാൻ കഴിയുള്ളൂ എന്ന്. പക്ഷേ കേരളത്തിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഒരു യോഗി വര്യനെ സ്മരിക്കാതെ ഒരു യോഗാദിന പരിപാടികളിലും പങ്കെടുക്കാൻ എനിക്ക് കഴിയുകയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നായിരുന്നു. അദ്ദേഹം പറയുന്നത്, കയ്യിൽ ശർക്കരയുള്ളപ്പോൾ നാം പറയുകയാണ്, കരിമ്പാട്ടിക്കൊണ്ടുവന്ന് ശർക്കര കിട്ടിയെങ്കിൽ മാത്രമേ കഴിക്കൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ പറഞ്ഞ ഓരോ സ്റ്റെപ്പുകളും കടന്ന് മാത്രമേ ധ്യാനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ കഴിയൂ എന്ന് പറയുന്നതെന്ന് അദ്ദേഹം പറയാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട, നാം ഓർത്തിരിക്കേണ്ട, ഒരു പക്ഷേ ലോകത്തിൽ ഒരു കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ യോഗാദിന പരിപാടിയിലും ഞാൻ നിങ്ങൾക്ക് ആശംസ നേരുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ധ്യാനം എന്നത് ഇരിക്കുകയിൽ, നടക്കുകയിൽ, കിടക്കുകയിൽ, വേണേൽ ആഹാരം കഴിക്കുകയിലാകാം ധ്യാനമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് ധ്യാനമെന്ന് പറയുന്നത്? എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ട ഒരവസ്ഥയാണ്. ദി അധികം യാനം എന്നാണ് ആ വാക്കിനെ പിരിച്ചെഴുതുക. ബുദ്ധിയിലേക്കൊരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനത്തെ കണ്ടെത്തുകയും അവിടെ മനസ്സിനെ ഉറപ്പിക്കുകയും ചെയ്യുന്ന വിദ്യ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് യോഗം അല്ലെങ്കിൽ യോഗ. യുജ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നെടുത്തിട്ടുള്ള പദമാണ് യോഗ എന്ന പദം. അത് നിങ്ങൾക്കറിയാം, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? കൂടിച്ചേരുക എന്നാണ് അതിൻ്റെ അർത്ഥം. ടു യൂണിയൻ.
അതാണ്. എന്താണ് കൂടിച്ചേരേണ്ടത്? മനസ്സും ശരീരവും തമ്മിൽ കൂടിച്ചേരുന്ന വിദ്യയെ പരിശീലിപ്പിക്കുന്ന പരിപാടിയാണ് വാസ്തവത്തിൽ യോഗം. അതല്ലാതെ കാലുയർത്തിയും കൈ ഉയർത്തുകയും ചെയ്യുന്നില്ല. അതൊക്കെ ആകാം, ആസനങ്ങളും പ്രാണായാമവും ഒക്കെ വേണമെങ്കിലാക്കാം. വയറിനെ ചക്രം പോലെ തിരിക്കുക, അതൊക്കെയാണ് പിന്നെ ആരോഗ്യത്തിന് അത്യാവശ്യമെന്ന് തോന്നുന്നു. ജീവിവർഗങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. അതിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി അതിൻ്റെ സ്വാഭാവികമായ ചലനങ്ങൾ, പ്രവർത്തനങ്ങൾ, ഓട്ടങ്ങൾ, ചാട്ടങ്ങൾ, കൈകാൽ ചലിപ്പിക്കൽ, ഇതൊക്കെയാണ് ചെയ്യുന്ന ആരോഗ്യത്തിന് വേണ്ടി. നമുക്കും അത് മതിയാവും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പഴയ കളരി ആയോധന കലയിലെ അഭ്യാസ പ്രകടനം പോലെ അത് നിലനിർത്തി കൊണ്ടുപോകാം, അങ്ങനെ ഒരു പരിപാടി എന്ന നിലയിൽ കാണാൻ. പക്ഷേ അതിലെത്രയോ വലിയ അഭ്യാസ പ്രകടനങ്ങൾ നമുക്കറിയാം. ജിംനാസ്റ്റിക്കുകൾ കാണിക്കുന്നുണ്ട്, ചൈനയിലും മറ്റുള്ള ജിംനാസ്റ്റിക്കുകൾ. അതാണോ യോഗ? അല്ല. യോഗ എന്ന് പറഞ്ഞാൽ യോഗമാണ്. അത് നമ്മുടെ മനസ്സിനെ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണുള്ളത്. അത് പരിശീലനം ആവശ്യമായൊരു കാര്യമാണ്. അതൊരു ക്ലാസ്സോ 2 ക്ലാസ്സോ വെച്ചിട്ട്, അല്ലെ അരമണിക്കൂർ യോഗ പരിശീലനം, അല്ലെ അരമണിക്കൂർ മെഡിറ്റേഷൻ പരിശീലനം എന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്തേണ്ട ഒന്നല്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിരന്തര പരിശീലനം കൊണ്ടേ മനസ്സിനെ അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിക്കുന്ന വിദ്യയാണ് യോഗവിദ്യ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ യോഗ ദിന പരിപാടികൾ നാം ആഘോഷിക്കുമ്പോൾ, യോഗ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് കഴിയുമോ എന്ന് ചിന്തിക്കണം. അപ്പോഴാണ് ലോകത്തിന് ഭാരതം കൊടുത്ത വലിയൊരു സംഭാവനയായ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ആ സങ്കല്പം, ഒരു ഭൂമി, ഒരു ഫാമിലി, ഒരു ഭാവി, ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്ന ആ വലിയ സങ്കല്പത്തിൻ്റെ ആ വലിയ സന്ദേശം ഈ ലോകത്ത് വ്യാപിക്കാൻ ഇടയാവുകയുള്ളൂ. നേരെ മറിച്ച് ഇന്ന് നടത്തുന്ന യോഗ കോമ്പറ്റീഷനുകളും ഇന്ന് നടത്തുന്ന യോഗ ക്ലാസ്സുകളും യോഗ പരീക്ഷകളും ഒക്കെ തന്നെ ആളുകളെ പലപ്പോഴും ശരീരത്തെ പീഡിപ്പിക്കുന്നവയാണ്. നേരെ മറിച്ച് പീഡിപ്പിക്കുകയല്ല, മനസ്സിനെ സ്വസ്ഥമാക്കുകയും ശരീരത്തെ ശാന്തമാക്കുകയും ചെയ്യുന്ന അതിമഹത്തായ ഒരു വിദ്യയാണ് യോഗവിദ്യ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എക്സസൈസിന് വേണ്ടി, ശരീരത്തിന് വേണ്ടി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ചില ആസനങ്ങൾ ചെയ്യാം, അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ ആസനകൾ ചെയ്യാത്തവർക്ക് മറ്റു പലതും ചെയ്യാനായിട്ട് വരും. മറ്റ് എക്സസൈസുകൾ, കളികൾ, ചാട്ടങ്ങൾ, ഓട്ടം, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ കൂടി, നീന്തൽ, അതുവഴിയൊക്കെ നമുക്ക് എക്സസൈസ് കിട്ടും. പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന അതിമഹത്തായ ഒരു രഹസ്യമാണ് ലോകത്തിന് ഭാരതം നൽകിയിട്ടുള്ളത്. അത് യോഗവിദ്യയിലൂടെയാണ് നൽകിയിട്ടുള്ളത്. ഈ യോഗാ ദിനത്തിൽ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കണം. മനസ്സിനെ സ്വസ്ഥാനത്ത് ഉറപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല പരിശീലിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. അത് പരിശീലനം ആവശ്യമുണ്ട്. 2 മണിക്കൂറോ 4 മണിക്കൂറോ കൊണ്ടോ കഴിയുകയില്ല. നിരന്തര പരിശീലനത്തിലൂടെ ഒരു സർക്കസ് അഭ്യാസി എങ്ങനെയാണോ ഒരു ചരടിൽ നടന്ന് അവൻ അഭ്യാസ പ്രകടനം നടത്തുന്നത് പോലെ നമുക്കാണെങ്കിൽ 2 കാലിൽ നടന്നാൽ നാം പലപ്പോഴും കാലുമുട്ടി തറയിൽ വീഴാറുണ്ട്. ഇതാ ഒരു സർക്കസിലെ അഭ്യാസി ഒറ്റ ചരടിൽ കൂടി നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അത് നിരന്തര പരിശീലനം കൊണ്ടാണ്. അതുകൊണ്ട് മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്നത് നിരന്തര പരിശീലനം കൊണ്ട് മാത്രം സാധിച്ചെടുക്കേണ്ടതാണ്. അതായിരിക്കണം ഈ വർഷത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. നന്ദി, നമസ്കാരം.